വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. അതിരപ്പള്ളിയിൽ ഭീതി വിതച്ച് കാട്ടുകൊമ്പൻ കബാലി. ഷോളയാർ പവർ ഹൗസിനും വാൽവ് ഹൗസിനും ഇടയിലായിരുന്നു കൊമ്പന്റെ അപ്രതീക്ഷിത റോഡ് ഉപരോധം. KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കബാലി തടഞ്ഞിട്ടു. ഗതാഗതം സ്തംഭിപ്പിച്ചത് 1 മണിക്കൂർ നേരം. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കബാലി ജനവാസ മേഖലയിൽ എത്തുന്നത്. വാഹനങ്ങൾ തടഞ്ഞിരുന്ന ദൃശ്യങ്ങൾ വീണ ന്യൂസിൽ. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേല ആഘോഷ വെടിക്കെട്ട് നിരോധനം. ദേവസ്വങ്ങൾ ഹൈക്കോടതിയിലേക്ക്. കേന്ദ്ര സർക്കാർ നിയമങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യം. ആദ്യം ആന എഴുന്നള്ളിപ്പ് മുടക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ വെടിക്കെട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ വിപരീത ഫലം സൃഷ്ടിച്ചതായി കുറ്റപ്പെടുത്തൽ. നെല്ലിയാമ്പതിയിൽ ആദിവാസി യുവതി വഴിയോരത്ത് പ്രസവിച്ചു. ചെള്ളിക്കയം വനമേഖലയിൽ താമസിക്കുന്ന സലീഷയാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ആശുപത്രിയിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് വഴിയോര പ്രസവം. നേർച്ചപ്പാറയിലാണ് സംഭവം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025ലേക്കുള്ള കർമ്മ പദ്ധതിയും പുതിയ 5 മാനവ സേവാ സംരംഭങ്ങളുടെ ഉദ്ഘാടനവും കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഹാളിൽ നടന്നു. വേലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആടുഗ്രാമം സഹായ പദ്ധതിക്കും തുടക്കം. നിർധന കുടുംബങ്ങൾക്ക് വീട് അറ്റകുറ്റപ്പണിക്ക് ധനസഹായം. ഡയലേസർ ഡയപ്പർ വിതരണത്തിനും തുടക്കം. വടക്കാഞ്ചേരിയിലെ മാധ്യമ പ്രവർത്തകരെ നയിക്കാൻ പുത്തൻ നേതൃത്വം. പ്രസ് ക്ലബിന് പുതിയ ഭാരവാഹികൾ. അജീഷ് കർക്കിടകത്ത് പ്രസിഡന്റ്, ജോണി ചിറ്റിലപ്പള്ളി സെക്രട്ടറി, പി അരുൺദാസിനെ ട്രഷററായി തിരഞ്ഞെടുത്തു. വി മുരളി, ശശികുമാർ കൊടക്കാടത്ത് ഭരണസമിതി അംഗങ്ങൾ. വാർഷിക ജനറൽ ബോഡി യോഗം മിനാലൂർ സെലക്ട് ദർബാർ ഹോട്ടലിൽ നടന്നു. വെളപ്പായ സെന്റ് മേരീസ് ദേവാലയം സംയുക്ത തിരുനാൾ ആഘോഷ നിറവിലേക്ക്. വിശുദ്ധന്മാരായ സെബസ്ത്യാനോസ്, ഗീവർഗീസ്, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ജനുവരി 5-ന്. ഭക്തി നിറലഹരിയിൽ കൊടിയേറ്റം. ഫാദർ ജോസ് വട്ടക്കുഴി കൊടിയേറ്റം നിർവഹിച്ചു. മണലിത്തറ അയ്യപ്പൻകാവിൽ ദേവന്റെ മനസ്സറിയുന്നതിനും പ്രീതിപ്പെടുത്തി ദേശത്ത് ഐശ്വര്യം നിലനിർത്തുന്നതിനും അഷ്ടമംഗല ദേവപ്രശ്നം ജനുവരി 1-ന്. മാന്നാമംഗലം പുത്തൂരിൽ വൻ അഗ്നിബാധ. ടയർ കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ടയർ ശേഖരം കത്തി നശിച്ചു. പുത്തൂർ കൈനൂർ സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലാണ് തീപിടുത്തം. റിപ്പോർട്ട് ചെയ്തത് ലക്ഷങ്ങളുടെ നാശനഷ്ടം. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അപകടം. സൂപ്പർഫാസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം സ്വകാര്യ ബസ്സിനടിയിലേക്ക് വീണ് യുവാവിന് പരിക്ക്. ആറ്റൂർ സ്വദേശി 22-കാരൻ മുൻസിൽ റഹ്മാനാണ് പരിക്കേറ്റത്. CPI നേതാവ് M. വിജയൻ അന്തരിച്ചു. ജോയിന്റ് കൗൺസിൽ ചെയർമാൻ, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗം എന്നീ പദവികളിൽ ശ്രദ്ധേയ വ്യക്തിത്വം. ജില്ലയിൽ CPIയുടെ മുതിർന്ന നേതാവിന്റെ വിയോഗം പാർട്ടിക്ക് തീരാനഷ്ടം. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ജനുവരി 6 മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിവിന് നീക്കം. നിർത്തിവെച്ച പിരിവ് പുനരാരംഭിക്കുമെന്ന് കരാർ കമ്പനി. ജനപ്രതിനിധികൾ സർവകക്ഷി യോഗം വിളിക്കാത്തതാണ് പിരിവിലേക്ക് നീളുന്നതെന്ന് കമ്പനി. ഭാഷാ പഠനത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്ന ദക്ഷിണേന്ത്യൻ ഹിന്ദി സാഹിത്യ സമ്മേളനം. സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ ഹിന്ദിക്കും മറ്റ് ഭാഷകൾക്കും പ്രാമുഖ്യം നൽകണമെന്നും സമ്മേളനം. പുതിയ വിദ്യാഭ്യാസ നയം ബഹുസ്വര സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. പ്രമുഖ ഹിന്ദി സാഹിത്യകാരന്മാരെ ആദരിച്ചു.